ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാം, അതും ദിവസവും 500ഉം 1000ഉം ഒക്കെ. ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ട് ഇതെന്താ സ്വപ്നമാണോ എന്ന്. അതും ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ. ഇപ്പം തീർച്ചയായിട്ടും വിചാരിക്കുന്നുണ്ടാവും ഇതൊരു സ്വപ്നമാണോ എന്ന്. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് ദിവസവും 500, 1000 ഒക്കെ ഫോളോവേഴ്സിനെ, അതും മലയാളി, പക്ക മലയാളി ഫോളോവേഴ്സിനെ, ആക്റ്റീവായിട്ടുള്ള മലയാളി ഫോളോവേഴ്സിനെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെ ഫോളോ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോഴും പലർക്കൊരു സംശയം ഉണ്ടാവും, ഇതെന്താ ഇത് സ്വപ്നമാണോ എന്ന്. ഒരിക്കലും ഒരു സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. പക്ക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസവും ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ 10,000 എന്ന് പറയുന്ന കടമ്പ കടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. ഐ ആം ഹരി കാഞ്ഞങ്ങാട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കുന്ന എല്ലാവരുടെയും സ്വപ്നമാണ്. അതും ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് 10 പൈസ മുതൽമുടക്കില്ലാണ്ട് ഫ്രീ ആയിട്ട് വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഒരു സഹായമില്ലാതെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്നത് അത് തന്നെ വലിയൊരു കാര്യമാണ്. ആ ഒരു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ആ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സ്കിപ്പ് ചെയ്താൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം ഇന്ന് ഓരോ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് മാത്രം കഷ്ടപ്പെടുകയാണ് ഓരോ ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സ്, ഓരോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളവരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1-2 ഫോളോവേഴ്സ് അല്ല, ദിവസവും ഒരു 500, 1000 വരെ ഫോളോവേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഇൻസ്റ്റഗ്രാമിലേക്ക് പോകുന്നു. ഇൻസ്റ്റഗ്രാമിലേക്ക് പോയിട്ട് അവിടെ ASK അട്രാക്റ്റീവ്, ഞാനിവിടെ ഓൾറെഡി അത് സെർച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ബാറിൽ പോയിട്ട് ASK അട്രാക്റ്റീവ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ASK അട്രാക്റ്റീവ്. അപ്പോൾ ASK അട്രാക്റ്റീവ് എന്ന് പറയുന്ന അവിടെ ഇതിലൊരുപാട് ASK അട്രാക്റ്റീവ് ഉണ്ടാവും. നിങ്ങൾക്കിത് ഒരുപാട് ASK അട്രാക്റ്റീവ് കിട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യണം. എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോവുക. ഞാൻ ലിങ്ക് കൊടുക്കാം, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം. എൻ്റെ ലിങ്ക് കൊടുത്തിട്ട് അതിലേക്ക് കയറിയിട്ട് അതിൽ ഫോളോയിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേക്ക് ID അല്ലാത്ത ASK അട്രാക്റ്റീവ് എന്ന് പറയുന്ന സംഭവം കിട്ടും. ചിലപ്പോൾ പലതും ഫേക്ക് ID ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ഇതിൽ പോയിട്ട് കയറി കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ അത് എൻ്റെ ഇത് അക്കൗണ്ട് കൊടുന്ന് ഫോളോ ചെയ്തുകൊള്ളൂ. കാരണം ഒരുപാട് ടെക് ഇൻഫോർമേഷൻ ട്രിക്ക് സംബന്ധമായിട്ട് ഒരുപാട് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ASK അട്രാക്റ്റീവ് എന്നതിലേക്ക് പോവുകയാണ്. ASK അട്രാക്റ്റീവിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്രയാണ് ഇവിടെ ഫോളോയിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഫോളോയിങ്. ആ ഫോളോയിങ്ങിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടവിടെ ഒരു 10 ID നമ്മൾ ഫോളോ ചെയ്യുന്നു. 4, 5, 6, 7, 8, 9, 10. അവിടെ 10 നമ്മൾ ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ASK അട്രാക്റ്റീവ് ആദ്യം ഫോളോ ചെയ്യുക. ഓക്കെ, ASK അട്രാക്റ്റീവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യം ഫോളോ ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾ ഫോളോയിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറിയിട്ട് ഇത് ഫോളോ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ അവരുടെ ഫോളോവേഴ്സ് ഉണ്ടാവുന്നു. അവരുടെ ഫോളോവേഴ്സിൽ ഒരു 10 ഫോളോ ചെയ്യുക. ഞാൻ 10 എന്ന് പറയുന്നത് 50, 100 ഒക്കെ ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ഷൻ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആക്രാന്തം കാണിക്കേണ്ട, മെല്ലെ തിന്നാൽ പനിയും തിന്നാമെന്നൊക്കെ പറയാറില്ല. അതുപോലെ നമ്മളൊരു 10 ചെയ്യുക. ഓക്കെ, എന്നിട്ട് വീണ്ടും പുറകോട്ട് പോവുക. ASK അട്രാക്റ്റീവിലേക്ക് പോവുക. ഇവിടെ അതുകൂടാണ്ട് ASK അട്രാക്റ്റീവ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ASK അട്രാക്റ്റീവ് അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അത് രണ്ടും നമുക്ക് ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ASK അട്രാക്റ്റീവ് ട്രിക്സ് ഉണ്ട്, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതും ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. ഫോളോ ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്യുകയാണ്. ഓക്കെ, അതൊന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ASK അട്രാക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഇത് ട്രിക്സാണ്. ഇത് പുറകോട്ട് പോകുക. ഒന്നുകൂടെ പുറകോട്ട് പോയിട്ട് നമുക്ക് വീണ്ടും അതിലേക്ക് വന്നിട്ട് ASK അട്രാക്റ്റീവിലേക്ക് വന്നിട്ട് പിന്നെ അവിടെ അഡ്മിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അഡ്മിൻസും നമ്മളതുപോലെ തന്നെ ഇവിടെ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. ആ ഫോളോയിങ്ങിൽ നമ്മളത് ഫോളോ ചെയ്ത് കൊടുക്കുക. ഫോളോയിങ്ങിൽ ഒരു 5 പേരെ 10 പേരെ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. ഓവറൊന്നും വേണ്ട. കാരണം വെച്ചാൽ ഒറ്റയടിക്ക് തന്നെ 50, 100 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ഷൻ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പുറകോട്ട് പോയിട്ട് ഇതൊന്ന് ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്ത് വീണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. ഇത് ആവർത്തിക്കുക. ഇപ്പോൾ ഈ ആക്ടിവിറ്റി
ഇങ്ങനെ ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതുകൂടാണ് നമ്മുടെ ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ ഇവിടെ മുകളിൽ നോട്ടിഫിക്കേഷൻ ബാറ് കാണും. ആ നോട്ടിഫിക്കേഷൻ ബാറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കവിടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പോയി നോക്കാം. ഓക്കെ, നമുക്കവിടെ ഫോളോവേഴ്സ് വർദ്ധിക്കുന്നതായിട്ട് കാണും. ഓക്കെ, നമുക്കവിടെ ഹോമിൽ പോയിട്ട് ഇവിടെ ലവ് എന്ന് പറഞ്ഞ സിമ്പിളിൽ പോയിട്ട് കാണാം. അവിടെ 6 പേർ ഇപ്പോൾ തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ 6 പേരാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ ഒന്ന് ഇവിടെയാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാം. ഇത് പുതിയ ഓപ്ഷനാണ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയ ഓപ്ഷൻ. ഞാനിവിടെ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ന്യൂ അപ്ഡേറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോളോ ഇപ്പോൾ ഞാൻ ചെയ്തത് കൊണ്ട് തന്നെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത്രയൊക്കെ ഫോളോവേഴ്സ് നമുക്ക് വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഫോളോ ചെയ്തവരെ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് അങ്ങോട്ട് കൊടുത്ത് ഫോളോ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ അൺഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ASK അട്രാക്റ്റീവിൽ പോയിട്ടൊന്ന് ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 10-13 തവണ അതിനപ്പുറം കൊടുക്കണ്ട. കാരണം വെച്ചാൽ ആക്ഷൻ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമാണ് ഇതൊന്ന് അൺഫോളോ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാപ്പിൽ നമ്മൾ അല്ലെങ്കിൽ ഓരോ 1 മണിക്കൂറിന് ശേഷം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതായിരിക്കും. കാരണം വെച്ചാൽ റിലാക്സേഷൻ കിട്ടും. ആക്ഷൻ ബ്ലോക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ വീണ്ടും അൺഫോളോ ചെയ്ത് ഒരു 10 പേരെ നമ്മൾ അൺഫോളോ ചെയ്ത് വീണ്ടും ഒന്ന് വളരെ സ്ലോയിൽ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. വളരെ സ്ലോ ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാറ്റം കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോളോവേഴ്സ് നിങ്ങളുടെ ഫോളോവേഴ്സ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെസ്സേജായിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, മുകളിലായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ആ ലവിൻ്റെ ഓപ്ഷൻ, അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഓപ്ഷനിൽ അവിടെ ഫോളോവേഴ്സ് കൂടുതലായിട്ട് കാണാം. കണ്ടോ, ഇവിടെ ഒന്ന് ഇപ്പോൾ വന്നു കഴിഞ്ഞതാ. ഇത്ര പെട്ടെന്ന് ഇത് ഉച്ച സമയത്താണ്, വെറും ഉച്ച സമയത്താണ്. അതെ, ഞാനിപ്പോൾ ഉച്ച സമയത്താണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാത്രി ഒരു 5 മണിക്ക് ശേഷം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നല്ല, ഒരുപാട് ഫോളോവേഴ്സ് നിങ്ങൾക്ക് കയറുന്നതായിരിക്കും. ഈ ഉച്ച സമയത്ത് തന്നെ ഇത്രയൊക്കെ ഫോളോവേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് വൈകുന്നേരം ഒരു 5 മണി മുതൽ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങോട്ട് കൊടുന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കണ്ടോ, ഇവിടെ കൂടുന്നുണ്ടോ? ഇവിടെ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഫോളോവേഴ്സ് കൂടുതലായിട്ട് കാണാം. നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ 3 ഫോളോവേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതൊന്ന് അങ്ങോട്ട് കൂടെ ഫോളോ ചെയ്ത് കൊടുക്കുക. ഇത്രേ ചെയ്യണ്ടു. വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് 10 പൈസ മുതൽ മുടക്കിലാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിന് വർദ്ധിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലത്തെ ഒരുപാട് മെത്തേഡുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഒരുപാട് വീഡിയോസുമായിട്ട് കണ്ടുപിടിക്കും. ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, ഫേസ്ബുക്കിൽ എങ്ങനെ ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കാം, യൂട്യൂബിൽ എങ്ങനെ ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കാം, യൂട്യൂബിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കാം എന്നൊക്കെ ഒരുപാട് വീഡിയോസുമായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഫോളോവേഴ്സ് മുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്. ഓക്കെ, താങ്ക് യു. ലൈക്ക്, കമൻറ്റ്, ഷെയർ മസ്റ്റാണ്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കിനും നിങ്ങളുടെ ഓരോ വ്യൂസിനും അനുസരിച്ചിട്ടാണ് എൻ്റെ ഈ വീഡിയോ റണ്ണിങ് ആവുന്നതിലൂടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും റണ്ണിങ് ആവും. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ രീതിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ടും കമൻറ്റ് ചെയ്ത് വിടുക. എങ്കിലും എനിക്കറിയാൻ പറ്റും ഞാനിപ്പോൾ ചെയ്ത വീഡിയോ അതെങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് എനിക്കറിയണം. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് രൂപത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കമൻറ്റ് ഇടാൻ തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരുപാട് ടിപ്സും ട്രിക്സും ഇൻഫോർമേഷൻ വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ബൈ.